ഇനി അടുത്ത് എത്തുമ്പോൾ ഓടി വന്ന് എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ എൻ്റെ ദൈവമേ എന്തുവാ ഇത്, എവിടെയായിരുന്നു ഇത്രയും നാളും. നല്ല നല്ല സ്ത്രീ. അതുപോലെ ആവണം എല്ലാ നടികളും. ശരിക്കും പറഞ്ഞ അമ്മ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യറിന്റെ കൂടെ അഭിനയിക്കുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് മഞ്ജു വാര്യരുമായിട്ടുള്ളൊരു ഒരു എന്നെ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അല്ല ഞാൻ ചോദിച്ചില്ല മഞ്ജു വാര്യരുടെ കൂടെയാണ്. ഞാൻ പറയൂ എങ്ങനെ അഭിനയിക്കും, അവരോട് ഞാൻ എങ്ങനെ പിടിച്ചു പറ്റും, നീ പേടിയാണല്ലോ എന്ന് പറഞ്ഞു. ഒന്നും കുഴപ്പമൊന്നും വരത്തില്ല, ഇതിൽ അതങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അഭിനയിക്കുകയും വേണം, പേടിയാവുന്ന സത്യത്തിൽ എനിക്ക്. ഞാൻ ചെന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഡയറക്ടറെ പേടിയാണ്, ഡയറക്ടർ ദേഷ്യപ്പെട്ടാൽ ഞാൻ ഐസാവും, ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റോഷൻ ആൻഡ്രൂസ് ഇവിടെ ഇരിക്കുന്ന റോഷൻ ആൻഡ്രൂസ്, പ്രേംപ്രകാശ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ പ്രേംപ്രകാശിൻ്റെ അടുത്താണ് ഞങ്ങൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ട്, എങ്ങനെയാണ് ഈ റോഷൻ ആൻഡ്രൂസ് അല്ല എങ്ങനെയാണ് റോഷൻ ദേഷ്യക്കാരനാണ്, ആവശ്യമൊക്കെ ദേഷ്യപ്പെടും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രായമായ സ്ത്രീയാണ്, ആളുകളെ മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ടാൽ ഞാൻ ചമ്മും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ എന്നെ തട്ടിയിട്ട് ഞാൻ തട്ടി നമസ്കാരം, ഞാനാണ് ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്. നമ്മൾ തന്നെ ഞാൻ പറഞ്ഞൊക്കെ കേട്ടാ കേട്ട് 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 എന്നിട്ട് ആ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മേക്കപ്പൊക്കെ ഇരുന്നു. അപ്പം അങ്ങോട്ട് വരുന്നൊരാൾ എന്നൊക്കെ കാണിച്ചോണ്ട് വന്നു. എനിക്ക് പേടിയുണ്ട്, ആദ്യമായിട്ടാണ് കാണുന്നതാ. തിരുവനന്തപുരത്ത് എവിടെ താമസിച്ചാലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലും, ഇവിടെ ഹോട്ടലിൽ ചെല്ലും. ഞാൻ കുളിച്ചോണ്ടിരിക്കും, ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കും. അത്ര കാര്യമാണ് മഞ്ജു വാര്യർക്ക് എന്നോട്. എന്നിട്ട് വന്നിട്ട് ഇനി അടുത്ത് എത്തുമ്പോൾ ഓടി വന്ന് എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ എൻ്റെ ദൈവമേ എന്തുവാ ഇത്, എവിടെയായിരുന്നു ഇത്രയും നാളും, എന്നേ സിനിമയിൽ വരേണ്ട ആളാ. ഞാൻ ഇല്ല മോളെ, എല്ലാത്തിനും ഒരു സമയമൊക്കെ ഇല്ലേ, ഞാൻ നാടകക്കാരിയായിരുന്നു, ഒരു ഭരണമായിരുന്നു. ഞാൻ പറയുമ്പോൾ എത്തിയല്ലോ, എനിക്ക് മോളോട് അഭിനയിക്കാൻ എത്തല്ലോ. പിന്നെ നല്ല ഫ്രീ ആണ്, ഞാൻ അഭിനയിക്കുന്നതിന് മോശമൊന്നും അവർക്ക് തോന്നിയില്ല. അതെൻ്റെ ഒരു ഞാനൊരു നല്ല നടിയാണെന്നുള്ളത് അവരെനിക്ക് അഭിനയിക്കാനുള്ളൊരു കരുത്ത് തന്നവരെനിക്ക്. പിന്നെ അവരുടെ കൂടെ അഭിനയിച്ചാൽ നമുക്ക് അഭിനയിക്കേണ്ട അവരുടെ പച്ചക്കറിയും കൊണ്ടുവരുന്നൊരു ഭാഗമുണ്ടല്ലോ, പച്ചക്കറിയും കൊണ്ടുവരുന്ന ഭാഗത്തിൽ ഞാൻ പറഞ്ഞ മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ, എന്താ, എന്നിട്ട് എനിക്ക് പച്ചക്കറി തരുന്നതും പിന്നെ ഞാൻ അകത്തോട്ട് നോക്കുമ്പോൾ ഒരു ടി വി ഇരിക്കുന്നത്, അയ്യർ സാറ് തന്നതാ ഇത്. ഞാൻ അവിടെ അങ്ങനെയാണ് കൊണ്ടാട്ടവും ഒക്കെ കൊണ്ടുപോകും, അപ്പോൾ എനിക്ക് തന്നതാണ്. ആ അയ്യർ സാറൊരു ആളാണല്ലോ, നല്ല നീ മനസ്സിലായില്ല ആരെ. അങ്ങനെ ഇത് പിന്നീട് അവരഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കേണ്ട തനിച്ച് കരച്ചിൽ വരും, എന്ന് കരയുന്നതാണ്. മോളെ അങ്ങനെയാണ് നമ്മൾ പരസ്പരം കാണുമെങ്കിൽ നമ്മളൊന്നും മിണ്ടുകയോ, അത് വണ്ടി വെച്ച് അവരെ കളിയാക്കുന്നുണ്ട്, ഞാൻ ഒരു ബോധം കെട്ട് വീഴും, ഞാൻ കളിയാക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിലും വീട് എവിടെയെന്നോ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. വിഷമിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രി പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ അവിടെ തൊട്ട് കരച്ചില്ല, വേണ്ട മോളെ ആശുപത്രി പോകാനൊന്നും ആരും വേണമെന്നില്ല, വല്ലപ്പോഴും ഇങ്ങനെ വന്നാൽ മതി, എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർ കരയും, അവരെൻ്റെ മുഖത്ത് നോക്കി കരയത്തില്ല. സീൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മ യഥാർത്ഥത്തിൽ കരയാണ്, അവരെ ഹൃദയം കരയുന്നത് അത് എനിക്കറിയാം. ശരി ശരി, ഞാൻ പോട്ടെ. എന്നിട്ട് അവർ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ഭയങ്കരമായിരുന്നു അത്. ഒത്തിരി ആളുകൾ ഗൾഫുകാരൊക്കെ അനുകരിച്ച് പിള്ളേർ, അതൊക്കെ വലിയ അതൊരു ഭയങ്കര അത് അവരുടെ സാമർഥ്യമാണ് ഞാൻ വിജയിച്ചതെന്നേ ഞാൻ പറയൂ. അവരത്ര സപ്പോർട്ടായിരുന്നു, അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സ്ത്രീ, നല്ല നല്ല സ്ത്രീ. അതുപോലെ ആവണം എല്ലാ നടികളും. അല്ലാതെ ഞാനൊരു വലിയ നടിയാണെന്നുള്ള ഭാവം ഒന്നും ഭാവമില്ല. എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് മോളെ എനിക്ക് അവാർഡുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കില്ലേ. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു മോക്കെന്തിനാ അവാർഡ്, മോളുടെ സംരംഭത്തിലേക്ക് ഇപ്പോഴേയും കിടന്ന് ഓരോ സിനിമയും എന്തുമായിരുന്നു മക്കളെ. ഞാൻ സിനിമ കാണുന്നെങ്കിൽ മോളുടെ സിനിമ സത്യം
എല്ലാം കാണും ഞാൻ. ഭയങ്കര അഭിനയമല്ലേ? അയ്യോ, ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ. വളരെ സ്ലിം ബ്യൂട്ടി, ലേഡി സൂപ്പർ സ്റ്റാർ. അങ്ങനെ നല്ല. അതാണ് മഞ്ജു വാര്യരെ കുറിച്ചുള്ള അമ്മയുടെ. എനിക്കതാണ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയുകയാണ്, കാരണം മഞ്ജു വാര്യരായിട്ടുള്ള ആ ഒരു ബന്ധവും അഭിനയിച്ചു വന്ന ആ ഒരു ഇതുമല്ല. ഞാൻ അഭിനയിക്കുന്നില്ല, ജീവിക്കുകയായിരുന്നു അവരുടെ കൂടെ. ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. അവരുടെ ചോദ്യം അങ്ങനെയാണ്. അവർക്ക് കണ്ണീര് വരത്തില്ല, കണ്ണീര് നിറഞ്ഞു നിൽക്കും. അത് കാണുമ്പോഴേ നമുക്ക് സങ്കടം വരും. അമ്മയ്ക്ക് ശരിക്കും പലപ്പോഴും സിനിമ അഭിനയിക്കുമ്പോൾ ഗ്ലിസറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ ഇന്നുവരെ തേച്ചിട്ടില്ല. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ തൊട്ടിട്ടില്ല. ആ ക്യാരക്ടർ ആവുകയാണ്. വളരെ നിഷ്കളങ്കമായ അതുപോലെ പെട്ടെന്ന് സങ്കടം വരുന്നു. പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേപ്പറിൽ ഞാൻ നടുക്കിരിക്കുന്നു. സൗന്ദര്യം അഭിനയത്തിന് ബാധകമല്ലെന്ന് തെളിയിച്ച ഒരു സ്ത്രീയാണ് ഈ ഇരിക്കുന്നത് എന്നെ കാണിച്ചത് ഒരു പേപ്പറിൽ. അതൊക്കെ അഭിമാന നിമിഷമാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര അഭിമാനമാണ്.